വാട്ട് വി ഹൈഡ് ഡാൻ കെ സംവിധാനം ചെയ്ത് മഖേന ഗ്രേസ്, ജോജോ റെജിന തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ വന്ന ഒരു അമേരിക്കൻ ഇംഗ്ലീഷ് ക്രൈം ഡ്രാമ ഫിലിമാണ്. ഈ ഓഗസ്റ്റ് 29-ന് US-ലൊക്കെ തിയേറ്ററുകളിൽ റിലീസായതേ ഉള്ളൂ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഈ സിനിമയെ കുറിച്ചാണ്. ഡ്രഗ് ഓവർഡോസ് ആയിട്ട് അമ്മ മരിക്കുമ്പോൾ രണ്ട് പെൺകുട്ടികൾ ചേർന്ന് ചെയ്യുന്ന ഒരു രഹസ്യം അത് അവരുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു, മാറ്റുന്നു എന്നുള്ളതാണ് ഈ സിനിമ പറയുന്നത്. ഞാൻ ഈ പടത്തിന്റെ റിവ്യൂ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നോക്കിയപ്പോൾ ഇംഗ്ലീഷിൽ പോലും ആരും ഈ പടം അതിനൊരു പ്രോപ്പർ റിവ്യൂ കൊടുത്തിട്ടില്ല. മലയാളത്തിൽ പോയിട്ട് ഇന്ത്യയിൽ തന്നെ ആരും ഇത് കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ സെർച്ച് ചെയ്താൽ മിക്കവാറും ഈ പടത്തിന്റെ ആകെയുള്ള ഒരു റിവ്യൂ നെറ്റിലുള്ളത് ഒരു പക്ഷേ എന്റേത് മാത്രമാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതൊരു കൊച്ചു പടമാണ്. ഇൻഡി ഫിലിം എന്ന് പറയില്ലേ, ഇൻഡിപെൻഡന്റ് മൂവിയാണ്. വലിയൊരു പ്രൊഡക്ഷൻ ഹൗസോ അല്ലെങ്കിൽ ഹോളിവുഡിലെ ഏതെങ്കിലും മെയിൻ സ്റ്റുഡിയോ ഒന്നും നിർമ്മിച്ച ഒരു പടമല്ല. വളരെ ലോ ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ചെറുതായിട്ടുള്ള ചില നല്ല പടങ്ങൾ വരുമല്ലോ, അത്തരത്തിലാണ്. എന്ന് വെച്ച് തീരെ പ്രൊഡക്ഷൻ ക്വാളിറ്റി കുറഞ്ഞതോ അല്ലെങ്കിൽ മോശം സ്ക്രിപ്റ്റുള്ള പടമൊന്നുമല്ല. കുറച്ചു പേരെങ്കിലും ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർ കണ്ടോട്ടെ എന്ന് കരുതി ഞാൻ റിവ്യൂ ചെയ്യുന്നതാണ്. ഒരു ത്രില്ലർ പ്ലസ് ഒരു കമ്മിങ് ഓഫ് ഏജ് മൂവി, ഒപ്പം ഇമോഷണൽ ഡ്രാമ കൂടിയാണിത്. ഒരു ഗംഭീര സിനിമയൊന്നുമല്ല, പക്ഷെ ഒട്ടും മുഷിപ്പിക്കാതെ പോകുന്ന ഒരു പടമാണ്. എൻഗേജിംഗ് ആണ്. 2022 ഇറങ്ങിയ വേർ ദ ക്രോഡാഡ് സിംഗ് എന്നൊരു കിടിലൻ പടമുണ്ട്. ആ ഒരു ലെവലിലൊക്കെ എത്തിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരുന്നു. ആ ഒരു വൈബൊക്കെ പടത്തിനുണ്ടായിരുന്നു. പക്ഷെ അത്രയ്ക്കൊന്നും എത്തിയുമില്ല. ഒന്ന് രണ്ട് ത്രില്ലിംഗ് മൊമെന്റ്സ് പടത്തിലുണ്ട്. നമ്മൾ ഈ പെൺകുട്ടികൾ പിടിക്കപ്പെടരുതെന്ന് ആഗ്രഹിച്ചു പോകും. അവരുടെ വീട്ടിലെ ഓരോരുത്തർ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് കൂടി ടെൻഷൻ ആകും. അങ്ങനെയാണ് കഥ ഒരുക്കിയിട്ടുള്ളത്. ത്രില്ലിങ്ങിനേക്കാൾ കൂടുതൽ സഹോദരിമാർ തമ്മിലുള്ള ഒരു ബോണ്ടിങ് ഭയങ്കര കിടുവായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഒരു ചെറിയ ലവ് ട്രാക്ക് ഉണ്ട്. അത് വളരെ ക്യൂട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഒരുക്കിയേക്കുന്നത്. പടത്തിന് നല്ല ഇമോഷണൽ ഡെപ്ത് ഉണ്ട്. ഒപ്പം നല്ല പെർഫോമൻസുകളും പടത്തിന്റെ പോസിറ്റീവ് ആണ്. പിന്നെ ഈ സിനിമയുടെ ടൈറ്റിൽ ഇതിന്റെ കഥയ്ക്ക് വളരെ ആപ്റ്റ് ആണ്. ഇതിലെ മൂത്ത പെൺകുട്ടി 15 വയസ്സുള്ള സ്പൈഡർ ആയിട്ട് വന്നിരിക്കുന്നത് മഖേന ഗ്രോസ് എന്ന നടിയാണ്. പുള്ളിക്കാരി ഒരു ഗായിക കൂടിയാണ്. ക്യാപ്റ്റൻ മാർവലിൽ നായികയുടെ ചെറുപ്പകാലമൊക്കെ അഭിനയിച്ച ബാലതാരമാണ്. പിന്നെ മലിഗ്നന്റ്, അങ്ങനെ കുറെ സിനിമകളിലുണ്ട്, സീരീസുകളിലും ഒക്കെ ഉണ്ട്. ഗംഭീര പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ചില നോട്ടങ്ങളിലൂടെയൊക്കെ പുള്ളിക്കാരി പല എക്സ്പ്രഷൻസ് നൽകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ ശരിക്കും ഈ പടം എന്ന് പറഞ്ഞാൽ ഇളയവളെ സ്വന്തം അമ്മ നോക്കുന്നതിനേക്കാൾ ഉത്തരവാദിത്തോടു കൂടി നോക്കിയ ഒരു ചേച്ചിയുടെ കഥയാണ്. സോ ആ ഒരു കരുതലും ഒപ്പം ചില സമയത്ത് വളരെ ഒബ്സസ്ഡ് ആകുന്ന ഒരു ക്യാരക്ടറിന്റെ സ്വഭാവവും മനോവ്യാപാരങ്ങളും ഒക്കെ ഭീകരമായിട്ട് തന്നെ കുട്ടി അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൊച്ചുകുട്ടിയാണെങ്കിലും 11 വയസ്സുള്ള അനിയത്തി ജെസ്സി ആയിട്ട് വന്ന ജോജോ റെജിനയും കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ഈ പടത്തിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഒന്നുമില്ല, 5-6 പേരേ ഉള്ളൂ. അഭിനയിച്ച എല്ലാവരും നീറ്റായിട്ട് തന്നെ അത് ചെയ്തു വെച്ചിട്ടുമുണ്ട്. കഥ നടക്കുന്ന ആ ഒരു ലൊക്കേഷൻ ഭയങ്കര രസമാണ് കാണാനായിട്ട്. സോ അത് തന്നെ പടം കാണാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. സോ ഇതിന്റെ ക്യാമറ, എഡിറ്റിംഗ്, മ്യൂസിക്, പ്രൊഡക്ഷൻ വാല്യൂ ഒക്കെ നൈസ് ആണ്. ഇതിന്റെ ഡയറക്ടറുടെ ആദ്യ സംവിധാന സംരംഭമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതിനു മുമ്പ് IT, അതുപോലെ പേ ദ ഗോസ്റ്റ് തുടങ്ങിയ സിനിമകളുടെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ള ഒരു ആളാണ് ഇതിന്റെ ഡയറക്ടർ. നെഗറ്റീവ്സ് പറഞ്ഞാൽ പടം എല്ലാവരുടെയും ചായക്കോപ്പയല്ല. ഈ ഫെസ്റ്റിവൽ ടൈപ്പ് ഫിലിംസിൽ ചില ത്രില്ലർ ഫിലിംസ് വരും. ഭയങ്കര ത്രില്ലിംഗ് ആയിരിക്കില്ല, ഇന്റൻസ് ഒന്നും ആയിരിക്കില്ല. അങ്ങനെയുള്ള പടങ്ങൾ ആസ്വദിക്കാൻ പറ്റുന്നവർക്ക് പറ്റിയൊരു പടമാണിത്. അല്ലാത്ത മാസ് ഓഡിയൻസിന് ചിലപ്പോൾ ഈ പടം നല്ല ബോറിംഗ് ആയിട്ട് തോന്നാം. കുറച്ച് ഇമോഷണൽ ആണ്, അതിൽ എല്ലാവർക്കും വലിയ താല്പര്യം കാണില്ല. പിന്നെ ഒരു ത്രില്ലർ ആണെങ്കിൽ കൂടിയും അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു സസ്പെൻസോ ടെൻഷനോ പടം മുഴുവൻ ഇല്ലാതാനും കുറച്ചുകൂടി ഇന്റൻസ് ആക്കി ത്രില്ലിംഗ് ആയിട്ട് അവതരിപ്പിക്കുകയായിരുന്നെങ്കിൽ പടം ഒന്നുകൂടി കിടുവായെന്ന് എനിക്ക് തോന്നി. പിന്നെ പടത്തിന്റെ അവസാനം എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൽ ചെറിയൊരു കൺഫ്യൂഷൻ തോന്നാനുള്ള സാധ്യതയുണ്ട്. ഒരു കംപ്ലീറ്റ് ആകാത്ത രീതിയിലാണ്, ചില ചോദ്യങ്ങളൊക്കെ ബാക്കി വെച്ചിട്ടാണ് പടം അവസാനിപ്പിച്ചത്. അങ്ങനെ ചെയ്യുന്ന പടത്തിനൊരു ബ്യൂട്ടി ഉണ്ടാകും, പക്ഷെ അത്രയ്ക്കൊരു ഇമ്പാക്ട് ഈ പടത്തിന് നൽകാനും കഴിഞ്ഞില്ല. മൊത്തത്തിൽ വലിയ കുഴപ്പമില്ലാത്ത ഒരു ഡീസന്റ് സിനിമയാണ്. ഗംഭീരമോ അല്ലെങ്കിൽ മസ്റ്റ് വാച്ചോ ഒന്നുമല്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, രണ്ട് കൊച്ചു പെൺകുട്ടികൾ ചേർന്ന് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു. അത് കുറച്ചുകൂടി ത്രില്ലിംഗ് ആയിട്ട് അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു സ്കോപ്പുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു. സോ അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരു നല്ല കിടിലൻ ത്രില്ലർ ആകാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു. ഇത് കൊള്ളാം, ഓക്കെയാണ്, പക്ഷെ കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നു. സ്റ്റിൽ താല്പര്യമുള്ളവർക്കൊന്ന് കണ്ടു നോക്കാവുന്ന പടമാണ്. ഇതിപ്പോ ഡീറ്റെയിലി അവൈലബിൾ ആണ്. മെയിൻ പ്ലാറ്റ്ഫോമിലൊന്നും വന്നിട്ടില്ല, പക്ഷേ ഇന്റർനെറ്റിന്റെ ശക്തി ഉപയോഗിച്ച് കാണാൻ പറ്റും. 1 മണിക്കൂർ 42 മിനിറ്റ് ആണ് റൺ ടൈം. 18+ ഒന്നുമല്ല. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരിയാണ്.